എന്താ നാട്ടിൽ പോയില്ലേ? ടിക്കറ്റ് ഇടാ കൺഫേം ആയില്ല. അതായത് ഇങ്ങനെ നിങ്ങൾ പല സമയങ്ങളിലും മടങ്ങിയിട്ടുണ്ടാവും. ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് കൺഫേം സീറ്റുകളില്ല, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വെക്കേഷൻ സമയത്തൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും ടിക്കറ്റ് കിട്ടാൻ, വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ കൂടെ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കുള്ള ടിക്കറ്റ് കൺഫേം ആണ്, ഒരാൾക്കുള്ള ടിക്കറ്റ് കൺഫേം അല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, TTRോട് പോയി പറയാം. അതിന് മുന്നേ നിങ്ങൾ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടിയിട്ട് ജനറൽ ടിക്കറ്റ് നമ്മളെ കയ്യിൽ വെക്കുക. ഓക്കെ, ഒരു ജനറൽ ടിക്കറ്റ് ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനാണെങ്കിൽ ഒരു ജനറൽ ടിക്കറ്റ് ഇത് വെക്കുക. ബാക്കി 4 ആളുകളുടെ കണ്ണിൽ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരാൾ ട്രാവൽ ചെയ്യുന്നത് ഇല്ലീഗലാണല്ലോ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ജനറൽ ടിക്കറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ട്രെയിനിൽ യാത്ര ചെയ്യുക, AC-ലോ സ്ലീപ്പറിലോ അല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, TTRോട് പോയിട്ട് നമ്മുടെ കൂടെ അങ്ങനെ 4 പേരുണ്ട്, നമുക്ക് എല്ലാവർക്കും കൺഫേം ടിക്കറ്റാണ്, ഒരാൾ ഞാൻ മാത്രമാണ്, ഞാൻ ഈ കൂട്ടത്തിൽ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആക്ച്വൽ എമൗണ്ട് പ്ലസ് 450 രൂപ പെനാൽറ്റി അടിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് കൺഫേം ടിക്കറ്റ് നമ്മളത് അതിൽ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ആ റീഫണ്ട് ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ റീഫണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനി അതല്ല നമ്മൾ കൗണ്ടറിൽ പോയി എടുത്ത ടിക്കറ്റ് ആണെങ്കിൽ ആ കൗണ്ടർ ടിക്കറ്റ് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ആ ട്രെയിനിൽ എവിടെയെങ്കിലും വാക്കൻസി സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തരേണ്ട ഉത്തരവാദിത്തം TTRനോടാണ്, ചോദിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളതാണ്. ഡൽഹിയിൽ നിന്നൊക്കെ പോകുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയി ചോദിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല. പിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫൈനോട് കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 2400 രൂപ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 2850 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും TTRക്ക്. ഓൺലൈൻ എടുത്ത പൈസ നമുക്ക് റീഫണ്ട് വരികയും ചെയ്യും. പ്ലസ് നമ്മൾ ഈ ജനറൽ ടിക്കറ്റ് എടുത്തു പറഞ്ഞല്ലോ, ആ ജനറൽ ടിക്കറ്റിൻ്റെ എമൗണ്ട് ഇപ്പോൾ 2850 രൂപ, അതായത് 2400 രൂപ ടിക്കറ്റും 450 രൂപ ഫൈനും 2850 രൂപ മൈനസ് നമ്മളൊരു 600 രൂപേൻ്റെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജനറൽ ടിക്കറ്റിൻ്റെ എമൗണ്ട് അതിൽ മൈനസ് ചെയ്തിട്ട് വേണം ബാക്കി എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത്. TTR എന്ത് ചെയ്യും, പോലെ പോക്കറ്റ് കൊടുക്കും, അതാക്കാം. പിന്നെ ഈ സംഭവമൊക്കെ TTR പറഞ്ഞുതരും. 2850 റുപ്യ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനോട് കൂടി ട്രാവൽ ചെയ്യുക. അതല്ല 2500 എന്നാലും ട്രാവൽ ചെയ്യുക, റെസിപ്റ്റ് തരില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു TTRക്ക് 8 മണിക്കൂറാണ് ഒരു ട്രെയിനിലുള്ള ഇത്. ഇപ്പോൾ എറണാകുളത്ത് കയറി കഴിഞ്ഞാൽ മംഗലാപുരം വരെ, അങ്ങനെ മംഗലാപുരത്ത് നിന്ന് പിന്നെ ഗോവ, അങ്ങനെ വരിക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഒതൻറ്റിക്കായിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ആ ഫൈൻ എമൗണ്ടോട് കൂടി വിത്ത് റെസിപ്റ്റ് എന്ത് ചെയ്യുക, എഴുതി വാങ്ങിക്കുക, എന്നിട്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാകട്ടെ.